ഒരു റഷ്യൻ യുവതി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി നിൽക്കുന്നത്. My wrist was moved and some bone was broken. So we immediately went to government main hospital. So I prefer to trust experienced doctors. So when we came here, they professionally explained what is necessary to do, what we are going to do. They show how it will be. And I was surprised how it organized. A lot of medicine, new equipment, very taken care staff. Each people are smiling. So I'm happy to get such kind of experience in such dangerous for me situation also. So thank you so much. Just improve, and I'm ready. I'm happy to share with my experience with my colleagues, with Russian people, that in any situation they can trust government medical college. സർജറിക്ക് 60,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയായിരുന്നു ആദ്യം ചികിത്സ തേടിയെത്തിയ സ്വകാര്യ ആശുപത്രികൾ ആവശ്യപ്പെട്ടത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നദാലിയയ്ക്ക് ചെലവായതാകട്ടെ 8,000 രൂപ മാത്രമാണെന്ന് സുഹൃത്തും ടൂർ ഓപ്പറേറ്ററുമായ മൂന്നാർ സ്വദേശി ജിജോ പറഞ്ഞു. ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, ഒന്ന് നോക്കാണ്ട് പറഞ്ഞു 60,000 രൂപ. അപ്പോൾ 60,000 എന്നുള്ളത് ഞങ്ങൾ പുറത്തന്വേഷിച്ച് പറഞ്ഞത് എങ്ങനെ പോലും അത് കൂടുതൽ വരും, 1 ലക്ഷം 1.5 ലക്ഷം വേണ്ടി വരുമെന്ന് തോന്നി. പിന്നെ ഇവിടെ പൈസ അധികം ചിലവായില്ല, ഏകദേശം 10-11,000 രൂപ ആയുള്ളൂ. അതിൻ്റെ അകത്ത് ഇംപ്ലാന്റിന് ചെറിയ പൈസ ആയുള്ളൂ, 7,000 രൂപ 8,000 രൂപ ആയുള്ളൂ. പിന്നെ ബാക്കിയുള്ള ലാബ് ടെസ്റ്റ് മറ്റു കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഞങ്ങളുടെ ചിലവ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വന്നിട്ടുള്ളൂ. വലിയൊരു പൈസ ചിലവായിട്ടില്ല. വളരെ അനുഗ്രഹമായി പോയി. ഈ ഹോസ്പിറ്റൽ അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ സംവിധാനം മികച്ചതാണ്. ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നതാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് വളരെ താഴ്ന്ന ലെവൽ, അതായത് ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ പോലും നമുക്കൊരു ആരോഗ്യ കേന്ദ്രമുണ്ട്, അവിടെ മുതൽ മികച്ച സംവിധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം അല്ലെങ്കിൽ മെഡിക്കൽ സിസ്റ്റം വളരെ നല്ലതാണ്. നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റും. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് ഇന്ത്യയോട് സമീകരിക്കപ്പെടേണ്ടതല്ല, അത് യൂറോപ്പിനോട് സമീകരിക്കപ്പെടേണ്ടതാണെന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞ നദാലിയാണ്. റഷ്യയിൽ നിന്ന് വന്ന്, അങ്ങയുടെ ചാനലടക്കം വാർത്ത വന്നു, റഷ്യയിൽ നിന്ന് വന്ന് പയ്യന്നൂരിൽ വെച്ച് പരിക്കുപറ്റി പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറിക്ക് വിധേയമാക്കപ്പെട്ടതിന് ശേഷം അവർ തന്നെ എഴുതിയിട്ടു, എൻ്റെ നാട്ടിൽ റഷ്യയിലായിരുന്നുവെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് തുക ഇതിനേക്കാൾ അധികം ചെലവഴിക്കേണ്ടവരുമായിരുന്നു. പക്ഷെ ഞാൻ സുരക്ഷിതമായി സന്തോഷത്തോടുകൂടി ചികിത്സയ്ക്ക് വിധേയമാക്കപ്പെട്ടു. എൻ്റെ അഭിപ്രായമല്ല, രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിരിക്കാൻ സാധ്യതയുമില്ല. റഷ്യയിൽ നിന്ന് വന്ന യുവതിയാണല്ലോ. അപ്പോൾ ഇത് ലോകോത്തരമാണെന്നുള്ള കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ശൃംഖലയുടെ പ്രത്യേകത എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രികളിലും മാത്രം സന്ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 11,83,44,000 ആളുകളാണ്. 11 കോടി. അതാണ് IPOP നിരക്ക്. ഒരു വർഷം ശരാശരി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ അതോടൊപ്പം ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന സർജറി എന്ന് പറയുന്നത് 2.45 2,45,000 മുകളിലാണ്. 2,45,000 സർജറിക്കകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 43 പരാതികൾ വന്നിട്ടുണ്ട്. ഈ 43 പരാതികളുടെ പേരിൽ ബാക്കി 2,44,000 സർജറികളും വിജയകരമാക്കി പൂർത്തീകരിച്ച കേരളത്തിൽ പർവ്വത സദൃശ്യമായ ജോലിയെടുത്ത നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അവരൊക്കെ അഹോരാത്രം ജോലി ചെയ്ത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ പൊതുജനാരോഗ്യ മേഖല ആകെ മോശമെന്ന നരേഷൻ ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 3,000 കോടിയോളം തുക മുടക്കിയിട്ട് US ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റൽ ശൃംഖല 2,000 കോടി രൂപ മുടക്കി ആന്ധ്രയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു. ബേബി മെമ്മോറിയലും ആസ്റ്ററും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്വകാര്യ വൻകിട ആശുപത്രികൾ എന്തിനു വേണ്ടിയിട്ടാണ് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി US ബ്ലാക്ക് സ്റ്റോൺ മുതൽ ആന്ധ്ര ആസ്ഥാനമായി വന്നിരിക്കുന്ന ഗ്രൂപ്പുകൾ വരെ ഏറ്റെടുക്കുന്നത്? അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 11 കോടി ജനങ്ങൾ പ്രതിവർഷം ആശ്രയിക്കുന്ന ഒരു പൊതുജനാരോഗ്യ ശൃംഖലയുള്ള നാട്ടിൽ എത്ര കോടി മുടക്കി ബേബി മെമ്മോറിയലും ആസ്റ്ററും വാങ്ങിയാലും ആ കച്ചവടം ലാഭത്തിലാകില്ല. ആ കച്ചവടം ലാഭത്തിലാകണമെങ്കിൽ വീട് വിറ്റിട്ടും ആധാരം പണയം വെച്ചിട്ടും ഈ സർജറി ഈ സ്വകാര്യ ആശുപത്രികളിൽ പോയി ചെയ്താൽ മാത്രമേ അത് ലാഭത്തിലാകൂ. അപ്പോൾ പ്രശ്നം കാണേണ്ടത് ഇവരോടൊപ്പമാണ്. അത് അവിതർക്കിതമായ കാര്യമാണ്. പക്ഷേ ഈ 4 കേസിന്റെ മറവിൽ കേരളത്തിലെ 2,45,000 വരുന്ന സർജറികൾ, അതിന്റെ വിജയകരമായ പ്രതീകമായ പൊതുജനാരോഗ്യ മേഖല, അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്.